ഹായ് ഹലോ നമസ്കാരം. അപ്പം ഞാൻ ഇത്തിരി വീഡിയോ ഇടാൻ താമസിച്ചു. ആസ് യൂഷ്വൽ മടിയാണ്. മടി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടിയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ 2 ദിവസം വൃത്തിക്ക് ചെയ്യും, ആരുടെയെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ചെയ്യും, ആരോടെങ്കിലും ദേഷ്യത്തിന് ചെയ്യും, പിന്നെ നമ്മൾ പയ്യനാക്കി അങ്ങനെ. പക്ഷെ എനിക്ക് യുദ്ധത്തിൽ ജയിച്ചേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ അല്ലേ മനുഷ്യനിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ? നമ്മുടെ അഖിൽമാരാറിനെ പറ്റി തന്നെയാണ്. ഇതിപ്പോൾ കുറേ നാളായ ആൾക്കാരും അതും ഇതൊക്കെ പറയുന്നു. ടോപ്പിക്കൊക്കെ കഴിഞ്ഞതാണ്. അഖില് ആക്ച്വലി പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഇപ്പം എൻ്റെയൊക്കെ അമ്മൂമ്മ, ഇപ്പം ഇതിൽ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ അമ്മൂമ്മമാരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ പറയുന്ന ഏറ്റവും വലിയൊരു ഡയലോഗാണ്, നമുക്ക് നടുവേദന, നമുക്ക് പുറം വേദന, നമുക്കൊരു കാലിൻ്റെ അവിടെ വേദന എടുക്കുന്നു, തലവേദന എന്നൊക്കെ പറയുമ്പോൾ നിനക്കൊക്കെ എന്താ? ഞാനൊക്കെ നിന്നെപ്പോലെ സമയത്ത് 10 എണ്ണത്തിനെ പ്രസവിച്ചതാണ്. ഒരെണ്ണത്തിനെയൊക്കെ പ്രസവിച്ചിട്ടേ നിനക്കൊക്കെ വയ്യാഴുക. ഞങ്ങളൊക്കെ നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ നെല്ല് കുത്തിയിട്ടിട്ട് അങ്ങോട്ട് മാറി ഇരുന്നപ്പോഴൊന്ന് പെട്ടെണീറ്റ് വന്ന് വീണ്ടും കുത്തി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മുടെ അമ്മൂമ്മമാർ പറഞ്ഞൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പുള്ളി പറഞ്ഞതേ ഉള്ളൂ. അത് വളച്ചൊടിച്ച് പുള്ളിയുടെ എന്താ പറയുക, പുള്ളിയുടെ ഇതുമായിട്ടങ്ങ് പോയി. രാഷ്ട്രീയം വേറെ, ആൾക്കാർ പറയണത് വേറെ. ഒന്നും നമ്മുടെ ഇപ്പം നാട്ടിലൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം എല്ലാത്തിനും കയറി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാലും രാഷ്ട്രീയം വേറെ, മനുഷ്യർ വേറെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഇത്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നമ്മളുടെ ഈ ലോകത്ത്? ഈ രാഷ്ട്രീയം ഉള്ളതാണ് പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം. രാഷ്ട്രീയം വരുമ്പോൾ അവിടെ മതം വരും. കാരണം രാഷ്ട്രീയക്കാർക്ക് പിന്നെ അത് നിലനിൽക്കണമെങ്കിൽ മതം എന്ന് പറയുന്നൊരു സംഭവം വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവുമോ? ഇല്ല. ആദ്യം രാഷ്ട്രീയം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പിന്നെ ഞാൻ ഒന്നിനെയും കുറിച്ച് മോശം പറയുന്നതല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിവില്ലാതെ ഇപ്പം സംവരണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അല്ലേ? സംവരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരുത്തർക്കും ഓരോ 5%, 10% ശരിയാണ്. പക്ഷേ മീൻസ് ഹയർ ക്ലാസ്സുകാർക്കും ഒന്നുമില്ലാത്തവരുണ്ട്. പക്ഷെ ലോവർ ക്ലാസ്, ഞാൻ ഇത് പറയുന്നതല്ല, പക്ഷെ അവർ ഹൈഫൈ പൊസിഷനിൽ നിന്നിട്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർ ഭയങ്കര എൻജിനീയറിങ് അല്ലെ ഡോക്ടർ അങ്ങനത്തെ ആൾക്കാർ, പക്ഷെ അവർ ഇതിൻ്റെ ഇത് പറ്റുന്നുണ്ട്. പക്ഷെ ജാതിയുടെ ഒരു പേര് വെച്ചിട്ട് ചില ആൾക്കാർക്ക് പഠിത്തം വരെ നിഷേധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പറ ഉണ്ടോ ഇല്ലോന്ന്. ഞാൻ ഈ പറയണതിൽ നിങ്ങൾക്ക് വ്യത്യാസമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഐ ഹാവ് നോ ഇഷ്യൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. എന്നെ ചീത്ത പറയുമ്പോൾ ഇച്ചിരി എൻ്റെ കുഞ്ഞിനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയും, എൻ്റെ ആങ്ങളെ ഒന്നും പറയാതെ, അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരെയൊക്കെ പറയാതെ, നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത്, സംവരണം എടുത്തു കളയുക. പഠിച്ചിട്ട് കഴിവുണ്ടെങ്കിൽ അവർക്ക് കിട്ടട്ടെ, മാർക്കുണ്ടെങ്കിൽ അവർ അതിൻ്റെ ബേസിൽ പോട്ടെ. സംവരണമൊക്കെ എടുത്ത് മാറ്റ്. കാരണം എത്ര അടുത്തുണ്ട് സംവരണം ഇന്ത്യയിലല്ലാണ്ട്? ഒന്ന് പറയാം. എനിക്ക് അറിയത്തില്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പറയും. ഫിൻലൻഡിൽ എന്നെ എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് അവിടെ മതമില്ല. സോ അത് കാരണം അത് ഭയങ്കര ഒരു കാം സിറ്റിയാണ്. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ മതമില്ല. അവിടെ ആക്ച്വലി ക്രിസ്ത്യനെന്നോ ജൂതനെന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല അവിടെ. അപ്പം അങ്ങനത്തെ ഒരു രാജ്യമാണ് നമുക്ക് ഏറ്റവും നല്ലത്. ആദ്യം ആദ്യം രാഷ്ട്രീയം എടുത്ത് ഇത് ചെയ്യുക. ഈ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തേക്ക് മതം കുത്തിക്കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേർതിരിക്കും. എന്തിനാണ് ആൾക്കാരെ വേർതിരിക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല. അപ്പം എനിക്കിഷ്ടമുള്ളത് ഞാൻ പ്രാർത്ഥിക്കുക, അപ്പുറത്തെ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ളത് അവർ പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, സ്നേഹിക്കുക. നമുക്ക് ഇല്ലാതെ വരുമ്പോൾ അവരും ഉണ്ടാകുക, അവർക്കില്ലാതെ വരുമ്പോൾ നമ്മളും ഉണ്ടാകുക. അങ്ങോട്ടും
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, നല്ല ഒരു കെട്ടുറപ്പായിട്ട് ജീവിച്ചു പോകുക, അവരവരുടെ കാര്യം നോക്കുക. അല്ലാണ്ട് ഈ രാഷ്ട്രീയത്തിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ശത്രുതയാണ് വരുന്നത്. അപ്പം അവർക്കില്ലെങ്കിലും അണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാകാറുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ചത്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അണുകൾ ചത്ത് എത്രയോ കേട്ടിട്ടുണ്ട്. പക്ഷെ അണുകൾ ചത്തു കഴിഞ്ഞാലോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും പങ്കുവച്ച് ചോറും ഉണ്ട്. ഒരു ബക്രീദോ അല്ലെങ്കിൽ ഒരു ഓണാഘോഷം വരുമ്പോൾ അപ്പുറം ഇപ്പുറം ബെഞ്ചിട്ടിരുന്ന് ഇവർ ചോറുണ്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ വിടുക, അല്ലെങ്കിൽ ആരെങ്കിലും വഴിയൊക്കെ അന്നിന്നൊക്കെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമ്മൾ കാണുന്നു. സോ എല്ലാവരും ആലോചിച്ച് ഡിസിഷൻ എടുക്കുക. ആര് പറയുന്നതും കേട്ട് പോകാതിരിക്കുക. നമ്മളുടെ മനസ്സിൽ എന്താണോ നല്ലതെന്ന് തോന്നുന്നു നമ്മൾ അതിലേക്ക് പോകുക. ബാക്കിയിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ കാര്യത്തിൽ നിന്ന് വ്യതിരിക്കരിച്ചു പോയി. അങ്ങനെ വെറുതെ എല്ലാവരും കൂടെ പിച്ച് ചീന്തി തിന്നാതിരിക്കുക. അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇതിൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിയുടെ രാഷ്ട്രീയം വെച്ചിട്ടാണ് ആൾക്കാർ പുള്ളിയെ ഇത് പറയണത്. പക്ഷേ ഈ പുള്ളി വേറെ ഏതെങ്കിലും രാഷ്ട്രീയത്തിലായിരുന്നു പുള്ളി ഇത്രയൊന്നും നേരിടത്തില്ലായിരുന്നു. പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നേനെ. അതൊക്കെയാണ് ഇപ്പോൾ നടക്കണത്. എന്ത് ചെയ്യാൻ? അപ്പോൾ ആൾക്കാർ നമ്മൾ ചിന്തിക്കുക, നമുക്ക് നാളെ ആൾക്കാരെ കാണേണ്ടതാണ് എന്ന് വിചാരിച്ച് നമുക്ക് പെരുമാറുക. ഇന്നത്തെ